മുറിവേൽപ്പിക്കുന്നവരും മുറിവുണക്കുന്നവരും. രണ്ടാം ജന്മത്തിൻ്റെ ദേശീയപാതയിലൂടെയാണ് ഇനിയത്തെ യാത്ര. കഠിനമായ വേദന സഹിച്ചും ഉറങ്ങിയും ഉണർന്നും 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലെത്തി. സ്വർഗ കവാടം പോലെ വാർഡുകൾ തുറന്നു. അവിടെ മാലാകമാർ കാത്തുനിൽപ്പുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ക്ലാസ് ലീഡറുടെ ഗൗരവത്തോടെ, കുറച്ച് കൊച്ചു ഡോക്ടർമാരുടെ അകമ്പടിയോടെ ഒരു മകൾ എൻ്റെ മുമ്പിലെത്തി. എന്തു പറ്റി അച്ഛാ എന്ന് ചോദിച്ചുകൊണ്ട് ആ മകൾ എൻ്റെ കൈകൾ പിടിച്ചു. ഞാൻ ഡോക്ടർ സൗമ്യ ജോൺ. നമസ്കാരം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ എന്ന ഗ്രാമത്തിലേക്കാണ്. പ്രകൃതിയാൽ അതിമനോഹരമായും അതിസമ്പന്നവുമായ ഒരു ഗ്രാമം. ഇവിടെ നമുക്ക് ഒരച്ഛനെ പരിചയപ്പെടാം. ഹരിനാരായണൻ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം അച്ഛൻ ആസ്റ്റർ മെഡിസിറ്റിയിലെ ലിം സേവിംഗ് ക്ലിനിക്കിലൂടെ ജീവിതത്തെ തിരിച്ചു പിടിച്ച കഥയാണ് നമ്മളിവിടെ നോക്കുന്നത്. അച്ഛനെ നമുക്ക് പരിചയപ്പെടാം. മുറിച്ചു മാറ്റി പഠനം എന്ന് പറഞ്ഞ കാല് ഇന്ന് അച്ഛൻ 2 കാലിൽ നടക്കാൻ അച്ഛന് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. വരൂ. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഹരിനാരായണൻ സാറാണ്. നമുക്ക് സാറിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ഞങ്ങൾ സാറിൻ്റെ യാത്രയിലേക്ക് കിടക്കുകയാണ്. സാറ് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് വരുമ്പോൾ സാർ എന്തായിരുന്നു സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്? ഞാൻ ഇതൊരു ഏകദേശം 3 വർഷം മുമ്പാണ്. പൂനെയിലായിരുന്നു, ലീവിന് വന്നാണ് നാട്ടിൽ. ആ സമയത്ത് എനിക്കൊരു ചെറിയ പനി ഉണ്ടായി. ഒരു 2-3 ദിവസം പനിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ തൃശ്ശൂരാണ് എൻ്റെ വീട്. ഇവിടുത്തെ ലോക്കൽ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഒരു കാലുമേൽ ഒരു ചെറിയ മുറിവുണ്ടായിരുന്നു. മുറിവ് ഒന്ന് തൊലി പോയതായിരുന്നു. അങ്ങനെ അത് അതിൻ്റെ ആണ് പനി എന്ന് പറഞ്ഞിട്ട് അവർ ആൻറ്റിബയോട്ടിക്സൊക്കെ തന്നു. പക്ഷേ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടും പനിക്ക് യാതൊരു കുറവുണ്ടായിരുന്നില്ല. മാത്രമല്ല എനിക്ക് കാല് നിലത്ത് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പിന്നെ തൃശ്ശൂർ ഒരു ടൗണിൽ തന്നെയുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ അവിടെയും എനിക്ക് അവർ ട്രീറ്റ്മെൻ്റ് എല്ലാം തന്നിരുന്നു. പക്ഷേ എൻ്റെ കാല് എനിക്ക് നിലത്ത് വയ്ക്കാനോ എൻ്റെ ഷുഗർ കൺട്രോൾ ആവാനൊന്നും ഞാൻ നേരത്തെ ഷുഗർ പേഷ്യൻ്റാണ്. പക്ഷേ അത് ഒട്ടും കുറയാത്ത ഒരു രീതി. അങ്ങനെ അവിടുത്തെ ഡോക്ടർമാർ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഉടനെ തന്നെ ക്രിയാറ്റിൻ ലെവലൊക്കെ കൂടി ഡയാലിസിസ് ചെയ്യണം. ഡയാലിസിസ് ചെയ്താൽ മാത്രം പോരാ, കാലിൻ്റെ പഴുപ്പ് കാലിൻ്റെ പിൻഭാഗത്തേക്കും വർദ്ധിച്ചു. അത് ചിലപ്പോൾ അമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. എന്തായാലും 2-3 ദിവസം ഡയാലിസിസ് ഇട്ട് നോക്കും. അപ്പോൾ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ എനിക്കത് വലിയൊരു ഭയം മാതിരി എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും എൻ്റെ വീട്ടുകാരെ കൂടി പറഞ്ഞു, നമുക്കൊന്നുകൂടിയും വേറെ ഡോക്ടറോടെയും നമുക്ക് കൺസൾട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ 1-2 സുഹൃത്തുക്കൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് ഈ ഹോസ്പിറ്റൽ വേണ്ട, അഥവാ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലൂടെയും കൺസൾട്ട് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് അവരെന്നെ കൊണ്ടുപോകുന്നത്. പോകുമ്പോൾ എനിക്ക് ബോധമൊന്നുമില്ല. ഒരു അബോധാവസ്ഥയിലാണ് ഞാൻ അവിടേക്ക് എത്തുന്നത്. പക്ഷെ അവിടെ എത്തി ഇങ്ങനെ നമ്മളിങ്ങനെ മയങ്ങിപ്പോയി, ഇടയ്ക്ക് ഓർമ്മ വരും, ഇടയ്ക്ക് ഓർമ്മ വരില്ല, ഇങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. അവിടെ ചെന്ന് എന്നെ ഉടനെ ICUയിലേക്കാണ് കയറ്റിയത്. അവിടെ ചെന്ന് പെട്ടപ്പോഴേ എനിക്ക് വല്ലാത്തൊരു സമാധാനം തോന്നി. ഞാൻ ഈ രക്ഷപ്പെടുന്നു. അതുവരെ എനിക്ക് ഈ അബോധാവസ്ഥയിൽ ഞാൻ പല സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ട്, പേടി സ്വപ്നങ്ങൾ പോലെ. ഈ ഒരു ഘട്ടത്തിൽ നിന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആസ്റ്ററിലെത്തി. എനിക്ക് ആദ്യത്തെ എന്ത് മരുന്ന് എനിക്ക് തന്നത്, എനിക്ക് ഒരു ഇഞ്ചക്ഷനോ മറ്റോ എനിക്ക് കിട്ടിയിട്ടുണ്ടാവാം. അതോടുകൂടിയിട്ട് ഞാനൊരു സുരക്ഷിത സ്ഥലത്തെത്തി എന്നുള്ളൊരു ബോധം എന്നിലുണ്ടാവുക. അത് എനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി. മാത്രമല്ല, എന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് ഓർമ്മയിലുള്ള ഡോക്ടർ, കാരണം പിന്നീട് പല പ്രാവശ്യം ഈ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നുകൊണ്ടാണ് എനിക്കത് ഡോക്ടർ സൗമ്യയാണെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ എന്നോട് ആദ്യം വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് അച്ഛാന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. അതന്നെ എനിക്ക് വല്ലാത്തൊരു, എൻ്റെ മക്കൾ, കാരണം എൻ്റെ മക്കളെ കണ്ടിട്ട് ഞാൻ ഒരു 48 മണിക്കൂറെങ്കിലും കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആരെയും കാണുന്നില്ല, എനിക്ക് പരിചയമില്ലാത്ത കുറേ നഴ്സുമാരും ഏതൊക്കെയോ ഡോക്ടർമാരെയും കാണുന്നു. അച്ഛ എന്ന് വിളിച്ചു വരുന്ന ആ പെൺകുട്ടി എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാക്കി. എന്ന് പറഞ്ഞിട്ട് ഇനി ഞാനാണ് അച്ഛനെ കൈകാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞു.
അപ്പോൾ പല ഡോക്ടർമാരും നെഫ്രോൻ്റെയും അവരൊക്കെ വന്നിരുന്നു. പക്ഷെ അവരൊന്നും എനിക്ക് അപ്പോൾ ഓർമ്മയില്ല. ഈ ഡോക്ടറാണ് എന്നെ, ഡോക്ടർ സൗമ്യ, ഞാൻ ഇന്നും എൻ്റെ മകളെ പോലെ കണക്കാക്കുന്ന ഡോക്ടർ സൗമ്യയാണ് എന്നെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല കേട്ടോ, ഞാൻ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്, നാളെ ഞാൻ വരാം, നമുക്കൊരു ചെറിയൊരു സർജറി ചെയ്യേണ്ടി വരും, അത് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ അമ്പ്യൂട്ടിയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒരു 3-4 ദിവസം പിടിച്ചു അതിൻ്റെ എല്ലാ ടെസ്റ്റും അതിൻ്റെ റിപ്പോർട്ടുകളും ഇതെല്ലാം വരാനായിട്ട്. അത് കഴിഞ്ഞ് എന്നെ സർജറിക്കായിട്ട് കാലുമ്മൽ സർജറിക്കായിട്ട് കൊണ്ടുപോയി. സർജറിക്ക് ചെയ്യുന്നപ്പോഴും അവിടെ അനസ്തീഷ്യ തൊട്ട് എല്ലാവരും ഇങ്ങനെ നമുക്ക് വല്ലാത്തൊരു ബന്ധമുള്ള ആൾക്കാരാണെന്ന് തോന്നലും അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സുമാരും ഒക്കെ നമ്മളെ എല്ലാവരും സാന്ത്വനിപ്പിക്കുന്ന, സമാധാനിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു കൂടുതൽ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കുണ്ടെന്നുള്ളൊരു ബോധ്യപ്പെടുത്തലായിരുന്നു ആ ഓപ്പറേഷൻ മുറി പോലും. അങ്ങനെ വളരെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 8 മണിക്കൂറോളം ഉണ്ടായിരുന്നു മൊത്തം പ്രോസസ്സ്, എല്ലാ പ്രൊസീജറും. അത് കഴിഞ്ഞ് എന്നെ ICU ഇതിൽ റൂമിലേക്ക് എന്നെ ആക്കി. എന്നും കാലത്ത് വന്നിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കലും അത് സാധാരണ എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ ഓരോ പ്രാവശ്യവും ഇതിൻ്റെ എൻ്റെ കാലിൻ്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കുമ്പോൾ, കാരണം ഇത് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കാലിൻ്റെ അത് ഞാൻ കണ്ടിരുന്നു, ആകെല്ലാം പഴുത്ത് ഇതായിട്ട് കാലിൻ്റെ പുറംഭാഗം മുഴുവൻ നമുക്ക് ഒരിക്കലും ഇനി കാല് എനിക്ക് നിലത്ത് വയ്ക്കാൻ പോലും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അതിൽ നിന്നാണ് എന്നെ കാല് മുറിക്കാതെ ആ മാംസങ്ങളും ആ പഴുത്ത ഭാഗങ്ങളെല്ലാം മാറ്റി രക്ഷിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട്. അതിൽ പ്രത്യേകിച്ച് ഒരു വൂണ്ട് തെറാപ്പിസ്റ്റ് ഹരിഗോവിന്ദ് ഉണ്ട്. ഹരിഗോവിന്ദിൻ്റെ സർവീസിനെ അത് നമുക്ക് പ്രത്യേകത. എനിക്ക് എല്ലാ നഴ്സുമാരുടെയും പേര് പറയുമ്പോൾ ആരാണെങ്കിലും വിട്ടുപോകുന്നുള്ളൂ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, പലരും ഉണ്ട്. അങ്ങനെ മേരി, മീര, അങ്ങനെ തുടങ്ങി ഒരുപാട് ആൾക്കാർ. ഹരിഗോവിന്ദിൻ്റെ പേര് പ്രത്യേകം എടുത്ത് പറയണം, കാരണം അത്രയും വേദനയുള്ള ഒരു സിറ്റുവേഷനാണ് ആ ഡ്രസ്സിങ് പ്രോസസ്സ്. അത് നമ്മളെ വളരെയധികം സമാധാനിപ്പിച്ചുകൊണ്ട് ഇതാ ഇപ്പോൾ കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് ആ ചടുലതയോടുകൂടി ചെയ്യുന്നത് അത്. പക്ഷേ സൗമ്യ എപ്പോഴും കൂടെ നിൽക്കും, അവരങ്ങ് പറഞ്ഞ് പോവല്ല, അവരവിടെ ഉണ്ടായിരിക്കും. എൻ്റെ കാല് ആ വ്രണം മുഴുവൻ കഴുകി വൃത്തിയാക്കി അത് എല്ലാം നന്നായി ഇത് ചെയ്യുന്നവരെ അവരവിടെ ഉണ്ടാവാറുണ്ട്. എന്നെ അതിന് പുറത്തൊരു തട്ടിട്ടപ്പോൾ എല്ലാം ശരിയായില്ലേ വെച്ചിട്ട് നമുക്ക് ആ 15 ദിവസം കൂടുമ്പോൾ ആശ്രമത്തിലേക്ക് വരാൻ പറഞ്ഞാൽ വല്ലാത്തൊരു മനസ്സമാധാനമാണ്. നമുക്ക് ഒരു ദൈവത്തിനെ പോലൊരാൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് ഒരു രോഗിക്ക് ഏറ്റവും മനസ്സമാധാനം. നമ്മൾ കഴിക്കുന്ന മരുന്ന് എന്താണെന്ന് നമുക്കറിയില്ല, നമുക്ക് തരുന്ന മരുന്നുകളൊക്കെ ആരാണ് ഡോക്ടർ അതുപോലും പലരെയും ഇപ്പോൾ എല്ലാവരുടെയും കുറേ പേരൊക്കെ അറിയുന്നുണ്ടെങ്കിലും ഒന്നും അറിയില്ലല്ലോ നമുക്ക്. ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടൊരു ശരീരാവയവമാണ് കാലെന്നുള്ളത്. അതൊരു മുറിച്ച് മാറ്റപ്പെടുന്നു എന്ന് അറിയുന്നൊരവസ്ഥ വളരെ ഭീകര. അപ്പോൾ അതിൽ നിന്ന് അച്ഛന് ഇതുപോലൊരു റിക്കവറി, ഇപ്പോൾ ഒരു നടക്കാൻ പറ്റിയ വിധത്തിലേക്ക് കാല് സേവ് ചെയ്യപ്പെടുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്, ദൈവാനുഗ്രഹമാണ്. അതിലേക്ക് അച്ഛൻ എത്തിപ്പെടുമ്പോൾ അച്ഛൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? വല്ലാത്തൊരു സങ്കടവും സന്തോഷമൊക്കെ ഒന്നിച്ചുള്ള ഒരു മിക്സായിട്ടുള്ള ഒരു റിയാക്ഷൻ എനിക്ക്. കാരണം മുറിക്കേണ്ടി വരും എന്നുള്ളൊരു ഘട്ടത്തിൽ നിന്ന്, കാരണം എനിക്കിത് കാല് നിലത്ത് വയ്ക്കാൻ പറ്റിയിരുന്നില്ല. കാല് നിലത്ത് വയ്ക്കാതെ എങ്ങനെ നമ്മൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ട് ബാത്റൂമിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ കാലിൻ്റെ പുറത്തുള്ള മാംസങ്ങൾ മാത്രം അത് മുഴുവൻ പഴുത്ത് ഇതായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെത്തി നീക്കി അതിനെല്ലാം ഇത് പാച്ചപ്പ് ചെയ്തിട്ട് ശരിയാക്കിയിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറയാം ഇപ്പോൾ പഴയ എന്നോട് പിന്നെ ചോദിച്ചു ഇവിടുന്ന് തോടയമെന്ന് തോലെടുത്തിട്ട് അത് ഗ്രാഫ്റ്റ് ചെയ്ത് തരണോ. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, എനിക്ക് ഈ കാല് നിലത്ത് വെച്ച് നടക്കാൻ പറ്റുന്നത്. കാരണം നടത്തം എൻ്റെ വലിയൊരു ഇതാണ്. എൻ്റെ 2 കൺസേണാണ് എനിക്ക്. ഞാൻ അത്യാവശ്യം വായിക്കുകയോ എഴുതുകയൊക്കെ ചെയ്യുന്നവളാണ്. ഞാൻ ഒരു മാസികയൊക്കെ നടത്തുന്ന ആളാണല്ലോ. അപ്പോൾ എനിക്ക് ധാരാളം സഞ്ചരിക്കണം, പിന്നെ എനിക്ക് എഴുതണം, വായിക്കണം, എഴുതണം, സഞ്ചരിക്കണം. ഇത് 3 എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു മഹത്വമായിട്ടുള്ള കാര്യം എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാൾ. എനിക്കത് തിരിച്ചു കിട്ടിയപ്പോൾ വല്ലാത്ത ആനന്ദമാണ് ഉണ്ടായത്. അത് ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയതുകൊണ്ട് മാത്രമാണ് എൻ്റെ കാല് അമ്പ്യൂട്ട് ചെയ്യാണ്ട് എനിക്ക് കിട്ടിയെന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം അതേ ഒരു അവസ്ഥയിലാണ് ഞാൻ അവിടെ ചെന്നതും. പിന്നീട് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പ്രാവശ്യവും എൻ്റെ ഡ്രസ്സിങ്ങും ഇതൊക്കെ കഴിയുമ്പോൾ ഞാൻ എൻ്റെ കാലിൻ്റെ ഒരു കുട്ടി എങ്ങനെ വളരുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ കാല് വീണ്ടും വളരുന്നു എന്നുള്ള. വേണമെങ്കിൽ അതിനെപ്പറ്റി എനിക്കൊരു കവിത പോലും എഴുതാൻ പറ്റും. കാല് വളരുന്നു എന്നുള്ള അത് പിച്ച വെച്ച് നടക്കുന്നു. അച്ഛൻ ഇത്രയും നേരം നമ്മളോട് അച്ഛൻ്റെ മാനസികമായ ബുദ്ധിമുട്ടുകൾ, അച്ഛൻ കടന്നുപോയ സാഹചര്യങ്ങളും അച്ഛൻ്റെ ഹോസ്പിറ്റൽ ലൈഫും എല്ലാം നമ്മളോട് ഷെയർ ചെയ്തു.
ഈ ഒരു എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്തതിനും ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചതിനും അതേപോലെ തന്നെ ഇനിയുള്ള നമ്മുടെ മറ്റു പേഷ്യൻസ് ആയാലും അവരിലേക്കും ഈ എക്സ്പീരിയൻസ് ഒക്കെ പകർന്നു തന്നതിന് അച്ഛനോട് ഞങ്ങളുടെ ഹൃദയപൂർവ്വമുള്ള നന്ദി അറിയിക്കുകയാണ്. എനിക്ക് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ആസ്റ്റർ മെഡിസിറ്റിയോട് തന്നെയാണ്. കാരണം എൻ്റെ മാത്രമല്ല, അങ്ങനെ ആയിരക്കണക്കിന് ഇതുപോലെ നിരാലംബരായിട്ടുള്ള രോഗികളുടെ ജീവിതം രക്ഷിച്ചു കൊടുത്ത ചരിത്രവും പശ്ചാത്തലവും ആസ്റ്റർ മെഡിസിറ്റിക്ക് ഉണ്ട്. അവിടുത്തെ ഡോക്ടർമാർ മാത്രമല്ല, ഞാൻ നേരത്തെ ഡോക്ടർ സൗമ്യയെ പറ്റിയിട്ടും ഹരിഗോവിന്ദനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടും അവിടുത്തെ ഓരോ പ്രവർത്തകരും, അത് നഴ്സുമാരായിക്കോട്ടെ, അവിടെ റൂം ക്ലീൻ ചെയ്യാൻ വരുന്ന കുട്ടികൾ പോലും അത്രയും ആത്മാർത്ഥയും ഫുള്ളി ട്രെയിൻഡുമാണ്. അവർ മനുഷ്യന്മാരോട് എങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു അനുഭൂതിയാണ് ഓരോ രോഗിയെയും, അത് സാമ്പത്തികമായിട്ട് ഇല്ലാത്തവനെയും ഉള്ളവനെയും ഒക്കെ ഒരേ മാതിരി ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് ആകർഷിക്കുന്നത് അവരുടെ ആ പെരുമാറ്റമാണ്. അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എന്നും ആ ഒരു കൾച്ചർ അവിടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് സൗമ്യ എൻ്റെ മകൾ മാത്രമല്ല, എൻ്റെ രക്ഷക കൂടിയാണ്, എൻ്റെ ദൈവമാണ്. Music